CPM വിലയിരുത്തൽ ഞാൻ ഗൗരവമായി എടുക്കുന്നില്ല. കാരണം കുറെ കാലമായി CPM താഴെത്തട്ടിലുള്ള ബന്ധം വലിയ തോതിൽ നഷ്ടപ്പെട്ടിരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തും ഒക്കെ നമ്മൾ കണ്ടതാണ്. അവരുടെ അവകാശവാദങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് CPM വിലയിരുത്തിയത് എന്താണെന്നറിയും? 12 സീറ്റുകളിൽ 20-ൽ 12 സീറ്റ് ഞങ്ങൾ നേടും, 8 സീറ്റ് UDF. പക്ഷേ ഫലം വന്ന് നമുക്കറിയാം, 1 സീറ്റാണ് LDF കിട്ടിയത്. 18 സീറ്റ് UDF, BJPക്ക് തൃശ്ശൂർ സീറ്റ്. അപ്പം എന്ന് പറഞ്ഞാൽ അടിത്തട്ടിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ വിശ്വാസ്യത പഴയതുപോലെ ഇല്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായി 30 കൊല്ലം ഇരുന്ന ആളാണ്. അന്ന് പാർട്ടി കൊടുത്തിരുന്ന കണക്കുകളും പാർട്ടിയുടെ അതിൻ്റെ കാൽക്കുലേഷൻസ് എല്ലാം ഓൾമോസ്റ്റ് കറക്റ്റായിരുന്നു. 75-80 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടുമായിരുന്നു. ഇന്ന് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ വിശ്വാസമില്ല. ഒന്ന് അതവിടെ നിൽക്കട്ടെ. ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരിലേക്ക് വന്നു എന്നോ, SDP-യോ PDP-യോ അല്ലെങ്കിൽ ഏതെങ്കിലും ചില വിഭാഗങ്ങളൊക്കെ വന്നു എന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പൊതുവെ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ഇസ്ലാം വിഭാഗവും ക്രിസ്തീയ വിഭാഗങ്ങളിലും വലിയ തോതിൽ ഗവൺമെന്റിനെതിരായി, സംസ്ഥാന സർക്കാരുകൾക്കെതിരായ വികാരമുണ്ട്. അത് സഭകൾ എടുക്കുന്ന തീരുമാനം മാത്രമല്ല, ജനങ്ങൾ അവരുടെ അനുഭവത്തിൽ നിന്നെടുത്ത തീരുമാനമാണ്. അത് പിണറായി വിരുദ്ധ തരംഗമാവോ എന്ത് തരംഗം വേണിയാവോ അതവിടെ നിൽക്കട്ടെ. അവരുടെ ഗൃഹസന്ദർശന പരിപാടിയോ സർവേയോ ഇവയോ ഒക്കെ നടത്തിക്കോട്ടെ, അതൊന്നും നമുക്ക് പറയുന്നില്ല. ഞാൻ അവരുടെ അവകാശവാദം തള്ളിക്കളയാനും പോകുന്നില്ല. അവർ വിശ്വസിക്കട്ടെ. മെയ് 4 വരെ ആർക്കും വിശ്വസിക്കാം ഞങ്ങൾ ജയിക്കുമെന്ന്, അത് പോട്ടെ. പക്ഷേ ഈ അവകാശവാദം അംഗീകരിച്ചാൽ പോലും 99 സീറ്റുമായി 21-ൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റിന് 72-ഓ 75-ഓ സീറ്റാണെങ്കിൽ 24-ഓ 26-ഓ സീറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? എന്ന് പറഞ്ഞാൽ 24-ഓ 26-ഓ സീറ്റ് നഷ്ടപ്പെടാൻ അവർക്ക് സാധ്യതയുണ്ട് എങ്കിൽ അവർക്കെതിരായൊരു വികാരമുണ്ടല്ലോ. അവരെ MLA-മാരെയൊക്കെ നിർത്തി മത്സരിപ്പിച്ചിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ 25 സീറ്റാണ് കുറയുന്നതെങ്കിൽ അത് ഗൗരവതരമായൊരു പ്രശ്നമാണ്. മാത്രമല്ല വലിയ തോതിലുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ CPM-നകത്തുണ്ട്. ഇപ്പോൾ ലളിതമായൊരു കാര്യം പറയാം. ഇവർ പറഞ്ഞ പോലെ 75 സീറ്റിൽ ജയിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണ് എന്ന ചോദ്യത്തിൽ ഒരു തർക്കവുമില്ല. പിണറായി വിജയൻ കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയാവും. പക്ഷേ എൻ്റെ ചോദ്യം മറ്റതാണ്. ഇവർക്ക് ഭൂരിപക്ഷം കിട്ടാതിരിക്കുകയും UDF ഭരണത്തിൽ വരികയും ചെയ്താൽ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ ഉണ്ടാവുമോ എന്ന ചോദ്യമുണ്ട്. അതൊരു വലിയ ചോദ്യമാണ്. UDF-നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ പോലെ അതേ ചോദ്യം അങ്ങോട്ടും ചോദിക്കാം. വലിയ സംഘർഷമാണ്. UDF-ന് ഒരു പക്ഷേ 2-3 പേരിൽ നിന്നൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാം. പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുക എന്നത് സങ്കീർണമായൊരവസ്ഥയിലേക്ക് CPM-നെ എത്തിക്കും. അതിന് കാരണം ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വിധത്തിൽ റബ്ബലിയൻ പ്രതിഷേധം CPM-നകത്ത് വളർന്നിട്ടുണ്ട് എന്നുള്ളത്. ചെറിയ തോതിലല്ലല്ലോ, നമ്മൾ കണ്ടതല്ലേ. ഐഷ പോറ്റിയും സുധാകരനും അതുപോലെ PK ശശിയും അടക്കമുള്ള മുൻ MLA-മാർ LDF-ൽ നിന്ന് വിട്ട് UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. 3 പേർ, 2 LDF MLA, 1 സിറ്റിംഗ് MLA-യും 2 മുൻ MLA-മാരും BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കും. അതിനു പുറമെ പാർട്ടിയുടെ ഉരുക്ക് കോട്ടയായ പയ്യന്നൂരിലും തളിപ്പറമ്പിലും വലിയ തോതിൽ പാർട്ടി പ്രതിരോധത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ജയിക്കോ തോൽക്കോ എന്നുള്ളതൊക്കെ അവസാന വോട്ടിന്റെ എണ്ണത്തിലാണ്. പക്ഷേ ഇപ്പൊ പയ്യന്നൂർ പോലൊരു മണ്ഡലത്തിൽ 50,000 വോട്ടിന് ജയിച്ച മണ്ഡലത്തിൽ അതൊരു 10,000 വോട്ടിനാണ് ജയിക്കുന്നെങ്കിൽ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോൽവിയാണ്, തിരിച്ചടിയാണ്. അതുപോലെ തളിപ്പറമ്പ് മണ്ഡലത്തിലും കഷ്ടിച്ച് ജയിക്കാം എന്നൊക്കെയാണ് പാർട്ടിയുടെ നിലപാട് എന്നറിയുന്നു. ധർമ്മടം, കല്യാശ്ശേരി, അതുപോലെ മട്ടന്നൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായാൽ എണ്ണം സീറ്റ്, മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷം 50,000 60,000 എന്നതിൽ നിന്ന് 1000 10,000 20,000 ഒക്കെ ആയി കുറഞ്ഞാൽ വലിയ തോതിലുള്ള പ്രതിഷേധം പാർട്ടിക്കകത്ത് അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രിക്കെതിരെയാണ്, പാർട്ടി സെക്രട്ടറിക്കെതിരെയുമാണ്. പാർട്ടി സെക്രട്ടറി ഇപ്പം തന്നെ ഏതാണ്ട് അനഭിമതനായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം പോലും കാണാനില്ല. കുഞ്ഞികൃഷ്ണനും ഗോവിന്ദനും ഒറ്റയ്ക്കാവില്ല എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരുപാട് പേർ അവരെ പിന്തുണയ്ക്കുന്നവരുണ്ട്. പാർട്ടിയുടെ ഇന്നത്തെ നയങ്ങളിൽ വലിയ പ്രതിഷേധമുള്ളവരുണ്ട്. അവർ
മാറി വോട്ട് ചെയ്തേക്കാം, വോട്ട് ചെയ്യാതിരുന്നേക്കാം, ഇതൊക്കെ സംഭവമുണ്ട്. അവിടെയാണ് എന്താണ് CPM-നെ കാത്തിരിക്കുന്നത് എന്ന ചോദ്യം. ഭരണത്തിൽ വന്നാൽ തൽക്കാലം വലിയ കുഴപ്പമില്ലാതെ കുറച്ചു കാലം പോകും. പക്ഷേ അപ്പോഴും CPM വലിയ തോതിൽ ആന്തരിക സംഘർഷമാണ്. ഇപ്പൊ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായി വന്നാൽ ആ സംഘർഷം മൂർച്ഛിക്കാനേ വഴിയുള്ളൂ, അത് കുറയാൻ വഴിയില്ല. വന്നില്ല എങ്കിൽ പ്രതിപക്ഷ നേതാവായി ആരെ തെരഞ്ഞെടുക്കും? പ്രതിപക്ഷ നേതാവ് ആര് തെരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആര് ജയിക്കുന്നതനുസരിച്ചല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് എറണാകുളം ജില്ലയിൽ നിന്ന് മത്സരിക്കുന്ന രാജീവ് നല്ല ആളാണ്, നല്ല പാർലമെന്റേറിയനാണ്. പക്ഷെ കളമശ്ശേരിയിൽ നിന്ന് ജയിക്കണമല്ലോ. MP രാജേഷ് ഒരു നന്നായി മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നന്നായി സംസാരിക്കാൻ അറിയുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം തൃത്താലയിൽ നിന്ന് ജയിക്കണ്ടേ? ബാലഗോപാൽ കൊട്ടാരക്കരയിൽ നിന്ന് ജയിക്കണ്ടേ? താരതമ്യേന ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന് പറയാൻ കഴിയുന്നത് റിയാസാണ്. ബേപ്പൂരിൽ നിന്ന് പാർട്ടിയുടെ കണക്കൂട്ടലിലും റിയാസ് മറികടക്കും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റിയാസിനെ പ്രതിപക്ഷ നേതാവായി ഇരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുമോ? എന്തായിരിക്കും ഈ പാർട്ടിയിൽ അതുണ്ടാക്കാൻ പോകുന്ന ചലനം? വലിയ ചലനമായിരിക്കും. പുതിയ പാർട്ടി സെക്രട്ടറി ചിലപ്പോൾ ചുമതല കൊടുക്കേണ്ടി വരും, ഗോവിന്ദൻ മാഷെ മാറ്റി. അങ്ങനെ വന്നാൽ എന്തായിരിക്കും പാർട്ടിയിൽ ഉണ്ടാവുന്ന പ്രശ്നം? TK ഗോവിന്ദന്റെയും കുഞ്ഞികൃഷ്ണന്റെയും അതുപോലെയുള്ള റബലിയൻ ആ എതിർപ്പുകളുടെ പിന്നിൽ ശക്തരായ പാർട്ടി നേതാക്കൾ ഉണ്ട് എന്ന സംശയം പാർട്ടിക്ക് ഇപ്പോൾ തന്നെയുണ്ട്. ചെറിയ കളിയല്ല. MP രാഘവൻ പോയ പാർട്ടിയല്ല ഇപ്പോഴത്തേത്. MP രാഘവൻ പോകുമ്പോൾ പാർട്ടിക്ക് സംഘടനയുണ്ട്, പാർട്ടിയുടെ കൃത്യമായ നേതൃത്വമുണ്ട്, ഒരാശയമുണ്ട്. ചുരുങ്ങിയത് ആശയം വെച്ചെങ്കിലും പോരാടാം. ഇന്ന് ആശയം വെച്ച് പോരാടാൻ പറ്റില്ല. വികസനം വെച്ചാൽ പോരാടണം. വികസനം വെച്ചൊന്നും അധികകാലം മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഒരാൾ ഒരു കമന്റിൽ, ഒരു ഇടതുപക്ഷ ഹാൻഡിൽ നിന്ന് വന്ന ഒരു കമന്റ് വളരെ ശ്രദ്ധേയമാണ്. ആ കമന്റ് ഇതാണ്: വികസനം മാത്രം പറഞ്ഞ് രാഷ്ട്രീയം പറയാതെ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആദ്യമായിട്ടാണ്. അരാഷ്ട്രീയവൽക്കരണം നടന്ന ഒരു സംഘടനയായി മാറുന്നു. ഇന്ന് മറ്റൊരു വാർത്ത സാന്ദർഭികമായി പറയട്ടെ. ബംഗാളിൽ കൽക്കട്ടയിൽ അലിമുദ്ദീൻ സ്ട്രീറ്റിൽ പാർട്ടി ഓഫീസിന് മുമ്പിൽ നിന്ന് ഒരു ചാനലുകാർ അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ ആട് കിടന്നെടുത്ത് പൂട പോലുമില്ല, ആരുമില്ല അവിടെ. ഒന്നും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് അവിടെ വന്നാൽ പോലും കാണില്ല. അവിടെ ഇരിക്കുന്നതൊക്കെ പഴയ പോസ്റ്ററുകളാണ്, മുമ്പിൽ നടന്ന ഇലക്ഷന്റെ പോസ്റ്ററുകളാണ്. 34 വർഷം പാർട്ടി തുടർച്ചയായി ഭരിച്ച സ്ഥലമാണ്. ആ ഒരവസ്ഥ കേരളത്തിലും ഉണ്ടാവും. തുടർഭരണം വന്നാൽ എന്തായാലും ഉണ്ടാവും, അത് തീർച്ചയാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ എന്താണ് ബംഗാൾ പാർട്ടിയിൽ സംഭവിച്ചത്? എങ്ങനെയാണ് ബംഗാളിൽ പാർട്ടി ഇല്ലാതായത്? ഇത്തവണ പോലും ഒരു സീറ്റ് അസംബ്ലിയിലേക്ക് കിട്ടുമെന്ന പ്രതീക്ഷ അവർക്കില്ല. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇത് പാർട്ടി നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ്. ഇന്ത്യയിൽ ഇടതുപക്ഷം ഭരിക്കുന്ന അവസാനത്തെ സംസ്ഥാനമാണ് കേരളം. ത്രിപുരയും ബംഗാളും ഈ പ്രതീക്ഷിക്കാൻ വയ്യ. മറ്റൊരു സ്ഥലത്തും അവർക്ക് ഭരണത്തിന്റെ 7 അയലത്ത് പോലും എത്താൻ കഴിയില്ല. അപ്പൊ കേരളം കൂടി നഷ്ടപ്പെട്ടാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും പിണറായി വിജയനിൽ ഏൽപ്പിച്ച് പാർട്ടിയിൽ വേറൊരു ശക്തി കേന്ദ്രം രൂപപ്പെടുമോ എന്ന ചോദ്യമുണ്ട്. അങ്ങനെ വന്നാൽ അതങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ പാർട്ടി ശിഥിലമാവാം. ശിഥിലമാവുക എന്ന് പറഞ്ഞാൽ ആശയപരമായി പാർട്ടിയെ ഒന്നിച്ചു നിർത്തുന്നൊന്നുമില്ല. ഭരണമാണ്, വികസനമാണ് പാർട്ടിയെ ഒന്നിച്ചു നിർത്തുന്നതെങ്കിൽ വികസനം എന്ന പൊള്ളയായ മുദ്രാവാക്യത്തിൽ പാർട്ടി തകർന്നു പോകും. നേരെ മറിച്ച് പ്രത്യയശാസ്ത്രമാണ് പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ആളുണ്ടാവും. അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതൃത്വം CPM-നുണ്ടോ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ ആശ്രയിച്ചിരിക്കും. അത് മെയ് 4-ന് നമുക്ക് പറയാൻ പറ്റും.